നമസ്കാരം. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കില്ല. കോൺഗ്രസ് വിടാൻ സതീശൻ ഒരുങ്ങുന്നു. രാഷ്ട്രീയ വനവാസം തന്നെയാണ് സതീശന് നല്ലത്. ഇത് പറയേണ്ടി വന്നത് ഇവന്മാരെന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസിന്റെ അണികളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് വി ഡി സതീശനും വി ഡി സതീശന്റെ കോൺഗ്രസും. സത്യം, കോൺഗ്രസ് ഒരിക്കലും രക്ഷപ്പെടില്ല. കോൺഗ്രസ് ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന തരത്തിലാണ് ഇവന്മാരുടെ നീക്കങ്ങൾ എന്ന് പറയുന്നത്. വിജയിച്ചു വരികയാണെങ്കിൽ പിന്നെ തമ്മിൽ തല്ലലാണ്. ഗ്രൂപ്പ് പറഞ്ഞും ജാതി പറഞ്ഞും മതം പറഞ്ഞുമൊക്കെ തമ്മിൽ അടിയാണ്. ബ്രഹ്മൻ വിചാരിച്ചാലും ഈ പൊട്ടന്മാരെ രക്ഷിക്കാൻ കഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങൾ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്ത വിജയങ്ങൾ, വല്ലാത്ത ആത്മഹർഷത്തിലാണ് യു ഡി എഫ്. നല്ലത് തന്നെ, നടക്കട്ടെ. പക്ഷെ പലപ്പോഴും ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ ആ പാർട്ടിയെയും ഒപ്പം പാർട്ടിക്കാരെയും പാർട്ടി അണികളെയും വേദനിപ്പിക്കുന്നു എന്ന കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ്. KSU കാലം മുതൽ ദീർഘകാലം പൊതുരംഗത്ത് സജീവമായിട്ടുള്ള ദീപ്തി മേരി വർഗീസിനെ പോലൊരു വനിതാ നേതാവിനെ പരിഗണിക്കാതെ കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് VK മിനിമോളിനെ പോലെ അഴിമതി കേസിൽ അന്വേഷണം നേരിടുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്നത് ഈ പാർട്ടി എന്തുകൊണ്ടാണ്? KSU കാലം മുതൽ ദീർഘകാലം പൊതുരംഗത്ത് സജീവമായിട്ടുള്ള ദീപ്തി മേരി വർഗീസിനെ പോലൊരു വനിതാ നേതാവിനെ പരിഗണിക്കാതിരുന്നത് സത്യത്തിൽ ഈ പ്രവർത്തകർക്കിടയിൽ വൈകാരികമായിട്ടുള്ള പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന VK മിനിമോളിനെതിരെ വിജിലൻസ് കോടതിയിലുള്ള അഴിമതി കേസ് UDF ഒരു പുതിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയ്ക്കും ലഭിക്കുന്നത് പോലെ ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ടുള്ള ഒരു സ്നേഹം ദീപ്തി മേരി വർഗീസിന് പലപ്പോഴും കോൺഗ്രസിനകത്ത് നിന്ന് പലപ്പോഴും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദീപ്തി പരിഗണിക്കപ്പെടുമെന്ന് തന്നെയായിരുന്നു എല്ലാ കോൺഗ്രസ് നേതാക്കളും കരുതിയിരുന്നത്. എ ഗ്രൂപ്പും VD സതീശൻ ഗ്രൂപ്പും ചേർന്ന് കൊച്ചിയിലെ തീരുമാനത്തെ പക്ഷേ അട്ടിമറിക്കുകയായിരുന്നു. മിനിമോളെ ആദ്യ ടൈമിൽ മേയറാക്കി KPCC മാനദണ്ഡങ്ങളെല്ലാം അട്ടിമറിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷെ KC വേണുഗോപാലിന്റെ നിർദ്ദേശം മാനിച്ച് ഇനി ദീപ്തി വിവാദങ്ങൾക്ക് നിൽക്കാനുള്ള സാധ്യതയുമില്ല. എന്തായാലും KC വേണുഗോപാലിനെ പോലും അംഗീകരിക്കാത്ത നിലപാട് VD സതീശൻ എടുത്തത് KSC ഗ്രൂപ്പിന് അടക്കം ഇപ്പോൾ ഞെട്ടലായി എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടും ദീപ്തിയാണ് മേയറാകാൻ യോഗ്യതയുള്ളത് എന്ന് KCയും പറയുന്നുണ്ട്. എറണാകുളത്ത് താൻ വിചാരിക്കുന്നതേ നടക്കൂ എന്ന സന്ദേശം കൂടിയാണ് VD സതീശൻ ഇതിലൂടെ പുറത്തു വെക്കുന്നത്. താൻ മേയറാകാനും കൗൺസിലറാകാനും ഇല്ല എന്ന് പറഞ്ഞ് നടന്ന ദീപ്തി മേരി വർഗീസിനെ ഇതേ VD സതീശൻ തന്നെയാണ് പദവി നൽകി, മേയർ എന്ന സ്വപ്നം നൽകി ഈ കൊച്ചിയിലേക്ക് മത്സരിപ്പിക്കുവാൻ ഇറക്കിയത്. എന്നിട്ട് UDF പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അഭൂതപൂർവമായിട്ടുള്ള വലിയ വിജയം നേടിയെത്തിയപ്പോൾ എല്ലാവരും കരുതിയതും ദീപ്തി മേരി വർഗീസ് തന്നെയായിരിക്കും മേയറായെന്ന്. ആ മേയർ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ VD സതീശന്റെ ഗ്രൂപ്പ് വെട്ടി നിരത്തിയിരിക്കുന്നു. വിജിലൻസ് കേസിൽ അന്വേഷണം നേരിടുന്ന ഒരാളെ മേയറാക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ പാർട്ടിക്ക് വലിയ ബാധ്യതയാകുമെന്ന് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ അടക്കം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സംവിധാനം ഉണ്ടാക്കി? ഒരു വാർത്താ സമ്മേളനം പോലും വിളിക്കാതെ ഒരു ബൈറ്റ് നൽകി എല്ലാം രഹസ്യമാക്കിയത് എന്തുകൊണ്ട്? ദീപ്തി മേരി വർഗീസിനെ വെട്ടി നിരത്തിയത് കുതന്ത്രത്തിലൂടെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ ഞാൻ ഈ പറഞ്ഞ അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ പാലാരിവട്ടം പെരിങ്ങാട്ട് റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട 3 ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് ആരോപണമാണ് രാഷ്ട്രീയ ചർച്ചകളിൽ സജീവമാകുന്നത്. ഈ അഴിമതി ആരോപണം കോൺഗ്രസ് ഹൈക്കമാൻഡ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. KC വേണുഗോപാലിനോട് ആലോചിക്കാതെ തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയത്. ദീപ്തി മേരി വർഗീസിന്റെ സാധ്യതകളെ തള്ളുവാൻ വേണ്ടിയായിരുന്നു KPCCയെ പോലും അറിയിക്കാതെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം DCCയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. റോഡ് നിർമ്മാണത്തിനായിട്ട് കോർപ്പറേഷനിൽ കെട്ടിവെക്കണമെന്ന് വിശ്വസിപ്പിച്ച അസോസിയേഷനിൽ നിന്ന് 3 ലക്ഷം രൂപ മിനിമോൾ കൈപ്പറ്റി എന്നും എന്നാൽ ഈ തുക കോർപ്പറേഷനിൽ അടയ്ക്കാതെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി തട്ടിയെടുത്തു എന്നുള്ളതാണ് പരാതിയായിട്ട് നിലനിൽക്കുന്നത്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസ് നിലവിലുണ്ട്. അഴിമതി നിരോധന നിയമപ്രകാരം വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരാളെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് UDFിലെ ഒരു വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും അതിനെ കേൾക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും സതീശന്റെ ഗ്രൂപ്പുകാർ കാട്ടിയില്ല എന്നുള്ളതാണ്. കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയോ വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുകയോ ചെയ്താൽ അത് മുന്നണിക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ കേസ് നടപടികൾക്ക് വേഗത കൂട്ടാൻ സാധ്യതയുണ്ട് എന്നും ഇത് രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധമാകുമെന്നും പ്രവർത്തകർക്കിടയിൽ ആശങ്ക നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. വിജിലൻസ് നടപടികളുടെ പശ്ചാത്തലത്തിൽ മിനിമോളിന്റെ സ്ഥാനാർത്ഥിത്വം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം കോൺഗ്രസിനുള്ളിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും DCC പരിഗണിക്കില്ല എന്നുള്ളതാണ് പ്രത്യേകത. മിനിമോളിനെതിരെ വിജിലൻസ് കേസും പ്രഖ്യാപനത്തിലെ അസ്വാഭാവികതയുമാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. KPCCയോ ഹൈക്കമാൻഡിനെയോ മുൻകൂട്ടി അറിയിക്കാതെ DCC അധ്യക്ഷൻ ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപനം നടത്തി എന്നുള്ളത് പ്രധാന ആക്ഷേപമായിട്ട് വരികയാണ്. ദീപ്തി മേരി വർഗീസിനെ വെട്ടിനിരത്താൻ ലക്ഷ്യമിട്ട് നടത്തിയ ഈ നീക്കം ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴാണ്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് കൊച്ചിയിൽ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതിന്റെ സൂചനകളാണിത്. സത്യത്തിൽ കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസിനെ മാറ്റി നിർത്താൻ കളിച്ചവർ ഇനി പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ. കാരണം കൊച്ചി കോർപ്പറേഷൻ മേയർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനെതിരെ പരോക്ഷമായിട്ടുള്ള വിമർശനവുമായിട്ട് മാത്യു കുഴൽനാടൻ MLA വന്നത് ഇങ്ങനെയായിരുന്നു. അത് തെളിയുന്നത്, ആ വരവ് തെളിയിക്കുന്നത് എങ്ങനെയാകും ഇനി കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. മാനദണ്ഡം ഭൂരിപക്ഷമെങ്കിൽ അത് എല്ലായിടത്തും വേണമെന്ന് VD സതീശനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ രംഗത്ത് വരുന്നത് ഇതിന്റെ ഭാഗമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മേയർ സ്ഥാനത്തേക്ക് ദീപ്തി മേരി വർഗീസിനെ പരിഗണിക്കാതിരുന്നതിൽ അതിന്റെ ഒരു അതൃപ്തി പ്രകടനമാണത്. തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള മാനദണ്ഡം ഭൂരിപക്ഷമാണ് എങ്കിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അത് തന്നെയാകണം പിന്തുടരേണ്ടത് എന്ന് കുഴൽനാടൻ അറിയിക്കുന്നു. അത് തന്നെയാണ് അണികളിൽ ഭൂരിപക്ഷവും ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതൊരു നയപ്രഖ്യാപനമാണ്. നിയമസഭയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോഴും ഈ രീതി പിന്തുടരാമെന്ന നയപ്രഖ്യാപനം. അപ്പോൾ VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയത് ഭൂരിപക്ഷം മാനിച്ചല്ല എന്നും അന്ന് പലവിധ മാനദണ്ഡങ്ങളാണ് പരിശോധിച്ചത് എന്നും പറയുന്നുണ്ട്. അങ്ങനെ ദീപ്തിയെ മേയറാക്കുമെന്ന പൊതുവികാരം സൃഷ്ടിച്ചു തന്നെയാണ് കോൺഗ്രസ് കൊച്ചിയിൽ പ്രവർത്തിച്ചത് എന്നും വലിയ വിജയം നേടി അധികാരത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അവരെ തഴയുന്നത് പരിഹാസ്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിന് പിന്നാലെ KPCC ജനറൽ സെക്രട്ടറിയായ ദീപ്തിയെ ഒഴിവാക്കുന്നു. ഇത് കൗൺസിലർമാർക്കിടയിലെ ഭൂരിപക്ഷം ഇല്ല എന്നുള്ള ന്യായം പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ നിയമസഭാ കക്ഷി നേതാവിനെ ഇനി തിരഞ്ഞെടുക്കുമ്പോൾ ഭൂരിപക്ഷം മാനദണ്ഡമാക്കാമെന്ന് തിരിച്ചടിക്കുകയാണ് KC പക്ഷത്തിലെ പ്രമുഖൻ കൂടിയായിട്ടുള്ള മാത്യു കുഴൽനാടൻ. ഫലത്തിൽ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KCയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുമെന്ന് പറയുകയാണ് KC വിഭാഗത്തിലെ ഈ പ്രമുഖർ. അപ്പോൾ ഇതോടെ VDയുടെ മുഖ്യമന്ത്രി പദമോഹത്തെ ഭൂരിപക്ഷം ഉയർത്തിക്കാട്ടി വെട്ടുമെന്ന് പറയുകയാണ് കുഴൽനാടൻ. അപ്പോൾ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി കുപ്പായവും ഒക്കെ ഊരിവെച്ച് VD സതീശന് മടങ്ങാം, അങ്ങ് രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകാം, ഈ പാർട്ടിയെ മറക്കാം. കൊച്ചി മേയർ തിരഞ്ഞെടുപ്പ് പ്രതിപക്ഷ നേതാവിന്റെ മേൽനോട്ടത്തിലാണ് നടന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ. ഭൂരിപക്ഷം നോക്കിയാണ് തീരുമാനമെടുത്തത് എന്ന് പറയുന്നത് ശരിയല്ല എന്നും കോൺഗ്രസിന്റെ മുൻകാല തീരുമാനങ്ങൾ ഭൂരിപക്ഷം മാത്രം നോക്കിയ ആയിരുന്നില്ല എന്നും കൂടി ഓർമ്മിപ്പിക്കുമ്പോൾ ഒരിടത്ത് ഒരു നീതിയും മറ്റൊരിടത്ത് വേറൊരു നീതിയും നടപ്പിലാക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ പക്ഷം, ഒരു ഭാഗത്തിന്റെ പക്ഷം. പാർട്ടി ആർക്കും പോക്കറ്റിലിട്ട് കൊണ്ടുപോകാനാകില്ല എന്ന് കൂടി കുഴൽനാടൻ വ്യക്തമാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന തമ്മിലടിയുടെ ആദ്യ സൂചനയാണ് എന്നുള്ളതാണ്. മേയർ തീരുമാനത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കാതെ സൂക്ഷിക്കുകയാണ് KC അടക്കമുള്ള മുതിർന്ന നേതാക്കൾ. ദീപ്തി മേരി വർഗീസിനെ വെട്ടിയത് തീവ്ര ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്നും DCC അധ്യക്ഷനടക്കം തെറ്റായ നടപടിയെടുത്തേ എന്നും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളായിട്ടുള്ള അജയ് തറയിലടക്കം പ്രതികരിക്കുകയും ചെയ്തു. പക്ഷെ എങ്കിലും ആ പ്രതികരണങ്ങൾക്കൊന്നും ചെവി കൊടുക്കുന്നില്ല DCC പ്രസിഡന്റ്. അപ്പോൾ DCC പ്രസിഡന്റ് നേരെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എങ്കിലും വിമർശനങ്ങളുടെ കുന്തമുന ചെല്ലുന്നത് പ്രതിപക്ഷ നേതാവിന് നേരെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാ കാര്യത്തിലും ഒരേ മാനദണ്ഡമാണ് വേണമെന്ന മാത്യു കുഴൽനാടന്റെ പ്രസ്താവന, അതിന്റെ ലക്ഷ്യം പ്രതിപക്ഷ നേതാവാണ്. സാധാരണ ഈ മേയർ പ്രഖ്യാപനത്തിന് മുൻകൂട്ടി വാർത്താ സമ്മേളനം വിളിക്കുക എന്നൊരു പതിവുണ്ട്. എന്നാൽ ഇവിടെ പത്രക്കാരെ വിളിച്ച് ബൈറ്റ് നൽകുക മാത്രമായിരുന്നു DCC അധ്യക്ഷൻ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഔദ്യോഗിക സ്വഭാവത്തോടെ പത്രസമ്മേളനം വിളിക്കാതെ അതിവേഗം മാധ്യമങ്ങളെ മേയർ ആരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മേയർ പ്രഖ്യാപനത്തിന് എന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനം മുൻകൂട്ടി വിളിച്ചാൽ ദീപ്തിയും കൂട്ടരും കാര്യങ്ങൾ മനസ്സിലാക്കുമായിരുന്നു എന്നുള്ളത് ഇവർ തിരിച്ചറിയുന്നു. അപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് പോലും ഇടപെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അപ്പോൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഇത് ഉണ്ടാകാതിരിക്കുവാനുള്ള ഒരു ക്രിമിനൽ ബുദ്ധിയായിരുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള ബൈറ്റ് നൽകൽ. പ്രാദേശിക ഗ്രൂപ്പ് സമവാക്യങ്ങൾ സംരക്ഷിക്കുവാൻ അഴിമതി ആരോപണം നേരിടുന്നവരെ ഉയർത്തിക്കാട്ടുന്നത്
ഈ പാർട്ടിയുടെ ക്ലീൻ ഇമേജ് നശിപ്പിക്കുമെന്ന മുന്നറിയിപ്പാണ് ഡൽഹിയിൽ നിന്ന് അടക്കം നൽകുന്നത്. അപ്പോൾ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളിലടക്കം കടുത്ത പ്രതിഷേധം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണ്. ഇവിടെ ജസ്റ്റിസ് ഫോർ ദീപ്തി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ സേവ് കൊച്ചി കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന തരത്തിലേക്കുള്ള ഹാഷ്ടാഗുകളിലൂടെ ദീപ്തി അനുകൂലികൾ അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ആരംഭിക്കുന്നു. SFIയുടെ തല്ലുകൊണ്ട് വളർന്ന നേതാവിനേക്കാൾ ഗ്രൂപ്പ് നേതാക്കൾക്ക് വലുത് അഴിമതി കേസ് നേരിടുന്നവരാണോ എന്നുള്ള ചോദ്യമായിരുന്നു. എന്തുകൊണ്ടാണ് ഇവരെ അവഗണിക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അണികൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല. സാധാരണ പ്രവർത്തകരെ അവഗണിക്കുന്ന ഇത്തരം നീക്കങ്ങൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് സജീവമാവുകയാണ് ഇതിലൂടെ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കൊച്ചി എന്നല്ല ഏത് നഗരസഭകളും ഇപ്പോൾ UDF ലഭിച്ചിരിക്കുന്ന നഗരസഭകളിലൊക്കെയും ജില്ലാ പഞ്ചായത്തുകളിലൊക്കെയും ചെയർമാൻമാരെയോ മേയർമാരെയോ തിരഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനകത്തുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങൾ എന്ന് പറയപ്പെടുന്ന ഈ പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ എങ്ങനെയാണോ കോൺഗ്രസും UDFും ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് തരംതാണു പോയിരുന്നത്, അതിൽ നിന്ന് ജനങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രം വിജയത്തേറേറിയവരാണ് UDF എന്നുള്ളത് UDFിന്റെ നേതാക്കൾ മറക്കുന്നു. VD സതീശൻ കരുതുന്നത് അദ്ദേഹം ഒരാൾ കരുതിയത് കൊണ്ട് മാത്രമാണ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലൊരു വിജയ സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ കോൺഗ്രസിനും UDFിനും ആയത് എന്നുള്ള അദ്ദേഹത്തിന്റെ ഈ വല്ലാത്തൊരു വികാരമുണ്ടല്ലോ. ആ അമിതമായ ആത്മവിശ്വാസം അദ്ദേഹത്തിന് മാത്രമല്ല ഈ പാർട്ടിയെ അടക്കം ഈ മുന്നണിയെ അടക്കം ഇല്ലാതാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ, ഇനിയും ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് വൈരങ്ങളും ഗ്രൂപ്പ് വെട്ടലുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഈ പാർട്ടി ഇനി ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചാൽ വിജയിക്കാൻ പോകുന്നില്ല. ദീപ്തി മേരി വർഗീസിന് വേണ്ടി ആളാകുന്നതല്ല, പക്ഷെ അവിടെ ലത്തീൻ അതിരൂപതയുടെയോ അല്ലെങ്കിൽ മാർത്തോമ സഭയുടെ, ഇവിടെ ദീപ്തി മേരി വർഗീസ് എന്ന് പറയപ്പെടുന്ന മാർത്തോമക്കാരിയും, എന്നാൽ അതിനു മുമ്പ് മറ്റൊരാളെ അവിടെ കൊണ്ടുവന്നത് ഷൈജി എന്ന് പറയപ്പെടുന്ന ആള് എന്ന് പറയപ്പെടുന്നത് ലത്തീൻ അതിരൂപതയുടെ ആളുമാക്കി മാറ്റുന്ന തരത്തിലേക്ക് രണ്ടുപേരെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നു. ലത്തീൻ സഭകൾ ഇവർക്കെതിരെ വളരെ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു വാർത്ത സൃഷ്ടിക്കപ്പെടുന്നു. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ MP ആയിട്ടുള്ള ഹൈബി ഈഡനാണ്. ഹൈബി ഈഡനോടൊപ്പം നിന്നുകൊണ്ട് ഡൊമിനിക് പ്രസന്റേഷൻ കൂടി ലത്തീൻ സഭയുടെ വക്താവായിട്ട് മുന്നോട്ട് വരുന്നു. അങ്ങനെ ഈ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ, എന്നാൽ ലത്തീൻ രൂപത ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. എന്നിട്ട് പോലും അവരുടെ പേര് പറഞ്ഞ് ദീപ്തി മേരി വർഗീസിനെതിരെ അല്ലെങ്കിൽ ദീപ്തി മേരി വർഗീസിനെ വെട്ടിനിരത്തുന്നതിനുള്ള ശ്രമം നടത്തിയ ഈ കാബാലികരായിട്ടുള്ള കോൺഗ്രസ്സുകാരെ, ഇവന്മാരെയാണ് തോൽപ്പിച്ച് തിരിച്ചടി നൽകേണ്ടത്. ഇനിയും ഉണ്ടാകും ഇവിടെ തിരഞ്ഞെടുപ്പുകൾ. ആ തിരഞ്ഞെടുപ്പുകൾ മത്സരിക്കുവാൻ ഇതുപോലുള്ള ഹൈബീഡന്മാരുണ്ടാകും, ഡൊമിനിക് പ്രസന്റേഷന്മാരുണ്ടാകും. ഇവരൊന്നും അവിടെ ഒരു തരത്തിലും വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, തമ്മിലടിയാണ് ഇവരുടെ ഫലമെങ്കിൽ ഇവർക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇനി ഒരിക്കലും കേരളത്തിൽ തന്നെ ഉണ്ടാകില്ല. കൊച്ചിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള വിജയം നേടിയെടുത്തു, അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള വിജയം നേടിയെടുത്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. UDFിന് കോൺഗ്രസിലും അഭിമാനിക്കാം. പക്ഷേ ഇവിടെ സതീശന്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തെയും ചിലപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞതാണ്, വലിയ ലീഡർഷിപ്പോടുകൂടി ഒരു ലീഡർ പദവിയോടുകൂടി മുന്നോട്ട് പോകുന്ന നേതാവ് തന്നെയാണ്. ചില കാര്യങ്ങൾ കുറച്ച് കൃത്യമായിട്ട് പ്രഖ്യാപിക്കുവാനും ചില കണക്കുകളിലൂടെ മുന്നോട്ട് പോകുവാനും കഴിയുന്ന ഒരു നേതാവ് എന്ന് നമ്മൾ തന്നെ അദ്ദേഹത്തെ പ്രശംസിച്ചതാണ്. പക്ഷെ അപ്പോൾ പോലും ഇതുപോലുള്ള ചില കുത്തിത്തിരിപ്പുകൾ അദ്ദേഹത്തിനുണ്ട് എങ്കിൽ സതീശനെ പോലുള്ളവർ ഈ രാഷ്ട്രീയ സമസ്യയിൽ നിന്ന് മാറി നിൽക്കേണ്ടത് തന്നെയാണ്. കോൺഗ്രസിനെ പോലെ ലീഡ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു പാർട്ടിയെ നയിക്കുവാൻ ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണെങ്കിൽ നടക്കില്ല. ഇനി അങ്ങോട്ട് വെട്ടിനിരത്തലിന്റെ കാലമാണ്. KC അപ്രമാദിത്വം തുടരാൻ പോകുന്നു. KCക്ക് ഇവിടെ വലിയ സാധ്യതകൾ തുറന്നു കൊടുക്കാൻ പോകുന്നു. KCയെ മുഖ്യമന്ത്രി ആക്കുവാനുള്ള ശ്രമം ഒരു ഭാഗത്ത് വല്ലാതെ ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ VD സതീശനുള്ള എതിർപ്പുകളും VD സതീശൻ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള ഈ നിലപാടുകളുമായിരിക്കും പ്രശ്നം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള സാധ്യതകൾ തുറന്നിട്ട് കൊടുക്കുന്നതും VD സതീശനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. VD സതീശൻ ഏതെങ്കിലും തരത്തിൽ ദീപ്തി മേരി വർഗീസിനെ പോലൊരു നേതാവിനെ വെട്ടിനിരത്തിയാൽ സത്യത്തിൽ കൊച്ചിയിൽ ഇവർ തന്നെയായിരുന്നു ബെറ്റർ. ഇവരെ മുന്നിൽ നിർത്തി, ദീപ്തി മേരി വർഗീസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് അവിടെ പ്രചരണം ആരംഭിച്ചത്. അപ്പോൾ എല്ലാവരും കരുതിയിരുന്നതും മേയർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെയാണ് ദീപ്തി മേരി വർഗീസിനെ കണ്ടതും. കഴിഞ്ഞ ദിവസം വരെയും അങ്ങനെയായിരുന്നു. വിജയിച്ചതിന് ശേഷം മാത്രമാണ് ഇവിടെ വലിയ തമ്മിലടി തുടങ്ങിയത്. അപ്പോൾ ഇതാണ് ഈ പാർട്ടിയുടെ നിലപാട് എന്ന് സ്വയം ഇനി ജനം തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി. പൊതുസമൂഹം തിരിച്ചറിഞ്ഞിരുന്നു, അണികൾ തിരിച്ചറിഞ്ഞിരുന്നു. ഇവന്മാർക്ക് എത്രയൊക്കെ വോട്ട് നൽകി അധികാരത്തിലേക്ക് എത്തിച്ചാലും ഇവന്മാർ തമ്മിലടിച്ചു മരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇവന്മാരെ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടും നിയമസഭ തൊടിയിക്കാതിരുന്നത്. പക്ഷേ ജനം മടുത്തു.
ഈ LDFന്റെ ഭരണത്തിൽ മടുത്തത് കൊണ്ടാണ് വീണ്ടും ഇവരെ ഒന്ന് പരീക്ഷിക്കുവാൻ ശ്രമിക്കുന്നത്. അവിടെ വീണ്ടും ഈ തദ്ദേശ ത്രിതല പഞ്ചായത്തുകളിൽ ഇത് തന്നെയാണ് അവസ്ഥയെങ്കിൽ ഇനി എങ്ങനെയാണ് ഇവരെ നിയമസഭയിലേക്ക് ജയിപ്പിക്കുക എന്നത് ജനം തീരുമാനിച്ചു കഴിഞ്ഞാൽ സതീശന് ഈ മുഖ്യമന്ത്രി കുപ്പായം എന്ന് പറയുന്നത് ലഭിക്കില്ല. ഒപ്പം തന്നെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോവുകയും ചെയ്യാം. KC വേണുഗോപാല് കുപ്പായം തുന്നി, മുഖ്യമന്ത്രി കുപ്പായം തുന്നി വീണ്ടും കേരളത്തിലേക്ക് എത്തുമുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അത് നടക്കില്ല. കാരണം ഇങ്ങനെയാണ് ഇവരുടെ പോക്കെങ്കിൽ LDF തന്നെ വീണ്ടും അധികാരത്തിലെത്തും.